രാഹുൽ വിജയൻ ഇടുക്കിയിൽ ചേരുന്നു. രാഹുൽ, ഇന്നലെ അവിടെ LDFും NDAയും ഒക്കെ അവിടെ കട്ടപ്പനയിൽ ഓൾറെഡി കൊട്ടിക്കലാശം നടത്തി. അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞത് എന്നാ പറയാനാണ്, അവിടെ ഞായറാഴ്ച കടയൊക്കെ അടച്ച് അവിടെ ബംഗാൾ സഹോദരങ്ങൾ മാത്രമേ ആ സമയത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് അവിടുത്തെ കൊട്ടിക്കലാശം പകുതി ഇന്നലെ കഴിഞ്ഞു. രാഹുൽ, അശ്മി, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കൊട്ടിക്കലാശം ഇന്നലെ ഏകദേശം പൂർത്തിയായി. അതായത് ഇനി UDF മാത്രമേ ഉള്ളൂ. ഇന്ന് വൈകിട്ടോടുകൂടി 5 മണിക്ക് UDFിന്റെയും കൊട്ടിക്കലാശം കട്ടപ്പനയിലുണ്ടാകും. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം ആവേശോജ്വലമായ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടിയാണ് മുന്നണികളെല്ലാം തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തവണ എന്തായാലും വാശിയേറിയ ഒരു പ്രചരണമായിരുന്നു നടന്നിരുന്നത്. കാരണം LDFിന് നിലവിൽ അവർക്ക് ഇവിടെയുള്ള മേൽക്കൈ നിലനിർത്തണം, മാത്രമല്ല UDFിന് മുൻപ് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപം അത് തിരിച്ചു പിടിക്കണം, അതുപോലെ തന്നെ NDAക്ക് ഇവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള പ്രചരണ പരിപാടികളായിരുന്നു മൂന്ന് മുന്നണികളും ഇവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷേ UDFിനെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വിമത ശല്യമാണ്. നേരത്തെയൊക്കെ വിമത ശല്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും, എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ പോലും ശക്തരായ വിമതർ ആയിരുന്നില്ല. ഇത്തവണ എണ്ണത്തിൽ കുറവാണ്, പക്ഷേ നിൽക്കുന്ന വിമതരൊക്കെ ശക്തരായ വിമതർ തന്നെയാണ്. അത് വലിയ തലവേദന കോൺഗ്രസിന് UDFിന് സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല കട്ടപ്പന നഗരസഭയിൽ ടൗൺ വാർഡിൽ ഒരു വാർഡിൽ തന്നെ UDFിന്റെ 2 ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ്. ഒന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു, മറ്റൊന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അങ്ങനെ കൗതുകകരമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു നഗരസഭയാണ് കട്ടപ്പന എന്ന് പറയുന്നത്. തൊടുപുഴയിൽ പിന്നെ മുസ്ലിം ലീഗുമായിട്ടുണ്ടായിരുന്ന അസ്വരസ്യങ്ങൾ അതേറെക്കുറെ പറഞ്ഞു തീർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ചില വാർഡുകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നത്. നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. അതിൽ 4 UDF, 4 LDF, 52 പഞ്ചായത്തുകളുണ്ട്. അതിൽ 32 LDF, 21 UDF, 1 BJP എന്നിങ്ങനെയാണ് ഭരണത്തിന്റെ നില. നേരത്തെ UDFിന് മേൽക്കൈയുണ്ടായിരുന്ന മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടുകൂടി LDF ശക്തമായ രീതിയിൽ തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇത്തവണയും സമാനമായ രീതിയിൽ കേരള കോൺഗ്രസ് എം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് UDF നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കഴിഞ്ഞ തവണ ഉണ്ടായ നഷ്ടം പരിഹരിക്കുക, അതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമം UDF നടത്തുകയും ചെയ്തിട്ടുണ്ട്. LDF ആകട്ടെ കേരള കോൺഗ്രസിന്റെ ബലത്തിലും CPIയുടെ ബലത്തിലും ഇത്തവണയും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മേൽക്കൈ നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.